അതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ടയറാണ്. ആ അപ്പൊ എല്ലാവർക്കും ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മള് നിങ്ങളെ ഇവിടെ നമ്മൾ എടുത്തത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല ഗ്യാങ്ങിലും നിങ്ങളുടെ പല ഫാമിലിയിലും നിങ്ങളുടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതാവണം, അതൊന്ന് കണ്ട് നിങ്ങളിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ മേജർ ബാബു, മേജർ അല്ല മൈനറോ എന്തൊരായിരുന്നു, കമാൻഡർ കമാൻഡർ ബാബു ഫസ്റ്റ് കമാൻഡ് എന്ന് വെച്ച് പറഞ്ഞു. അല്ല, നമ്മളെ ട്രെയിനിങ് സെഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്നാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഒരു സാധനം ഉണ്ടോ നോക്കാനല്ല ഉദ്ദേശിച്ചത്. ഫിസിക്കൽ പറയുമ്പോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവയവങ്ങൾ നമുക്ക് ഇവിടെ വലിയ കാര്യമുള്ള കാര്യമല്ല. വെടിവെക്കാൻ, തോക്ക് പിടിക്കാൻ ഒരു കൈ, ബുദ്ധി ഉപയോഗിച്ച് സിറ്റുവേഷൻ കളിക്കാൻ ഒരു ബ്രെയിൻ, അതുപോലും ഇല്ലാത്തവന്മാർ ഇപ്പോഴും ടി വിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവരുത്, അങ്ങനെ വളർന്നു വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് ആദ്യമേ. അപ്പൊ ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ 3 പേര് നമ്മൾ ഓരോരുത്തരായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ റണ്ണിങ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഓടിപ്പോയി അവിടെ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട്, നീല ലൈറ്റ്, അതിൽ ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ ടയറിന്റെ ഇവിടെ വന്നിട്ട് 10 പുഷപ്പ് അടിക്കണം. ഏറ്റവും ഫസ്റ്റ് ആരാണോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ റേഡിയോ കയറിക്കോ. 82 82 എല്ലാരും കയറിക്കോ. 82 അപ്പൊ തുടങ്ങാം. പപ്പടം ഇരിക്കുന്ന സ്ഥലമില്ലേ, സ്ഥലത്തിൽ അവിടെ പോയി നിങ്ങൾ കൈ ചൂണ്ടി ആ പപ്പടം ഇരിക്കുന്ന അതേലെ തൊട്ടിട്ട് തിരിച്ചു വരാവൂ. തൊട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇവിടെ വന്ന് 10 പുഷപ്പ്, എത്ര പെട്ടെന്ന് 10 പുഷപ്പ് തീർക്കുന്നവർ ജയിച്ച്. ബാക്കിയൊക്കെ നിങ്ങളുടെ മസിൽസിന്റെ സ്പീഡ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ റെഡി, 1 2 3 സ്റ്റാർട്ട്. ആകാശത്തോട്ട് വെടി. രാം വെടി വെക്കും. അപ്പോൾ വെടി വെച്ചിട്ട് ഓടി തുടങ്ങിക്കോ. അപ്പോൾ റെഡി, 1 2 3. എല്ലാത്തിനും ബുദ്ധിയുണ്ടായിരുന്നു. ഇതാണ് നമ്മള് എടാ എത്രയും പെട്ടെന്ന് ഇവര് ബട്ടൺസ് ഒക്കെ എത്രയും പെട്ടെന്ന് ബട്ടൺസിലൊക്കെ ഞെക്കുന്നു. അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ടെസ്റ്റ് തന്നെ, മനസ്സിലായോ? കേട്ടോ, തൊട്ടിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. ബാക്കിയുള്ളവര് വെയിറ്റ് ചെയ്യണോ? ഒരുമിച്ച് വന്നിട്ടല്ല കാര്യം, ആദ്യം ആരെത്തണമെന്നുള്ള കാര്യം. 3 ഒരുമിച്ച് വരുള്ളൂ കേട്ടോ. 8 പണിയിട്ടേ ഒരുമിച്ചടാ. ഒരുത്തൻ അങ്ങോട്ട് പോയി. One, 2, 3, 4, 5, 6, 7, 8, 9, 10. മതി. എനിക്കൊന്ന് ആദ്യം ഫ്ലഫി സ്നൈപ്പ്. അല്ല, സൂപ്പർ വണ്ടി തള്ളിയതാരാണ്? എനിക്കൊരു ഡൗട്ട്. ആണല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഫ്ലഫി. ഫ്ലഫിയാണ്. അല്ല, സ്നൈപ്പ് എന്താണ് സ്നൈപ്പ് അങ്ങോട്ട് ഓടിയത്? കാലിലെന്തോ കുത്തി, ലെഫ്റ്റില് കുത്തിയാ? അങ്ങനെ അല്ല, ഏറ്റവും ലാസ്റ്റ് ഫ്ലഫിയാണ് അവിടെ തൊട്ടത്. പക്ഷെ ആദ്യം വന്നത് അല്ല, ഏറ്റവും ലാസ്റ്റ് സ്നൈപ്പാണ് തൊട്ടത്. സ്നൈപ്പ് ആദ്യം വന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. സ്നൈപ്പ് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കഴിവുണ്ടോ? കാരണം എല്ലാവർക്കും മുന്നേ ലാസ്റ്റ് ഓടി ഫ്രണ്ടിലോട്ട് കയറിയിട്ട് ലാസ്റ്റ് ആണ് വന്നേന്ന് കാണിക്കാൻ സൈഡിലോട്ടൊരു ഓട്ടോ ഓടി. എന്തോ ഒരു സ്പീഡ് കൂടുതലല്ലേ? ഉണ്ടോ?
സാധനം ഒന്നും ഇടല്ലേ കേട്ടാ, ഇവിടെ പ്രശ്നമാണ് അതൊക്കെ. അപ്പൊ ആദ്യത്തെ ടാസ്കില് നമ്മുടെ എല്ലാരും ഫ്ലഫിയാണ് ഫസ്റ്റ്, First, സ്നൈപ്പർ second, സെക്കൻഡ്, നിക്ക് തേർഡ്. പിന്നെ എന്തായാലും എല്ലാരും ക്വാളിഫൈ. എല്ലാരും ക്വാളിഫൈ, എല്ലാരും നന്നായിട്ട് ചെയ്തു, ജസ്റ്റ് നന്നായിട്ട് ചെയ്തു. അടുത്തത് ഒരു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതെ. ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്കില്ലും, അതായത് ഇൻഡിവിജ്വൽ സിറ്റുവേഷണൽ സ്കില്ലും ഗാങ് സിറ്റുവേഷൻ സ്കില്ലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ സ്കില്ലാണ്. പാവം പപ്പ. പപ്പു ഈ സൈഡിലോട്ട് നിൽക്കേ. ഇത് നമ്മുടെ പപ്പു. ഓക്കെ, നിങ്ങൾ 3 പേരും ഇതിന് ഉത്തരം പറയണം കേട്ടോ. 3 പേരും ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ പറഞ്ഞേ. ഓക്കെ. ഇത് പപ്പു. പപ്പുവിന്റെ ടീച്ചറിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പപ്പുവിന്റെ ഭാര്യ ഒന്ന് കണ്ടേ. കണ്ടത് കൊറേ വട്ടം കണ്ടതാ ഇവിടെ. അവന്റെ കണ്ണിൽ വെച്ചേക്കണ നോക്കണ്ട, എന്തൊരു കാര്യം ശരി, അതായിക്കോട്ടെ. അപ്പൊ പപ്പുവാണ്. പപ്പുവിന്റെ വീട്ടിലില്ല. ഓക്കെ, പപ്പു നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമായിട്ട് പുറത്താണ്. അപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത്, പപ്പുവിന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് നിക്ക് ഇതിനെ കട്ടിലിന്റെ അടിയിൽ പിടിക്കുകയാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയും പിടിക്കും. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പിനെയും പിടിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് പപ്പുവിനെ കൺവിൻസ് ചെയ്യണം ഇതൊരു അവിഹിത ബന്ധമല്ല, ഇത് റാൻഡംലി. ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ പറയും പാല് കൊണ്ട് കൊടുക്കാമെന്നതാണ് നാളെ പപ്പുവിന്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിക്കിന് പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ കൺവിൻസ് ചെയ്യുന്നത്? കൺവിൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പപ്പടം വന്ന് ചോദിച്ചോ, എന്താടാ ഇവിടെ എന്ത് പരിപാടിയാണ് നിന്റെ ഇവിടെ? TV വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതിന് നിന്നെന്തിനു വിളിക്കുന്നേ? നാളല്ലേ വിളിക്കണ്ടേ? TV ഞാനാണ് കേരള വിഷൻ. എന്നാ നീ ഇത് ബെഡ്റൂമിൽ എന്തിനാണ് ബെഡ്റൂം ടിവിയിലല്ലോ? TV ഇവിടെ ഉണ്ട്, ഇവിടെ സൈഡിൽ ഫിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാതാര് പറയുന്നത്? കണ്ട ഭാര്യ പറഞ്ഞത് എല്ലാ കാലത്ത് ഫിറ്റ് ചെയ്യോ? കേട്ടാന്നല്ലേ പപ്പു എന്ന് വിളിച്ചത്. ബഹുമാനം കൊടുക്കല്ലേ, ഹൈറാർക്കിൽ ഇല്ലാത്ത കാര്യമാണത്. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ സത്യം പറ, സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്താണ് നിനക്ക് ഇവിടെ പരിപാടി? വേറെ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. നിന്നെ കണ്ടിട്ട് അങ്ങനെ കഴിവുള്ള പയ്യനായിട്ട് തോന്നുന്നില്ല. കഴിവുണ്ട്, കഴിവുണ്ടല്ലേ? അതല്ലല്ലോ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പോരട്ടെ സംസാരിക്കേ. എനിക്കറിയില്ലല്ലോ. എത്രയായി? എനിക്കറിയില്ലല്ലോ. നിന്റെ ഭാര്യ നിനക്ക് അറിഞ്ഞൂടെ? അല്ല, ടി വി ശരിയാക്കാൻ വന്നത്. ടി വി ശരിക്ക് എത്ര അങ്ങനെ ടി വി ശരിയാക്കാൻ ചോദിക്കണം കേട്ടോ ഇങ്ങനൊരു സാഹചര്യത്തില്. അതിനൊക്കെ ഓരോ വാക്കിനും വരെയുള്ള സാഹചര്യമാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. എത്ര അപ്പഴേ എനിക്കിത് കുറച്ചുകൂടെ ഒന്നത്തെ നീ സൗണ്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം. പറഞ്ഞത് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഉദാഹരണത്തിന് പെട്ടെന്ന് നീ വീട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ കട്ടിലിന്റെ അടിയിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ പാമ്പിനെ കണ്ടുപിടിക്കാൻ കട്ടിലിന്റെ അടിയിൽ ലൈറ്റ് വെക്കാൻ വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയണം. ഇത് സിറ്റുവേഷനിൽ ഈ ഐക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും നമുക്ക്. കാരണം നമ്മൾ അതാണ് അത് വേണം, അത് പയ്യെ വരുത്തിയെടുക്കാം നമുക്ക്. അപ്പൊ അതായത് നമ്മളെ എതിരിൽ നിന്ന് ഒരുത്തം തർക്കിക്കുമ്പോൾ അവൻ അടപെടലം മൂഞ്ചിക്കാൻ നമുക്ക് അറിയണം വാക്കുകൊണ്ട്. ഓക്കെ, ഇത് സിറ്റിയിൽ പിടിച്ചിരിക്കാൻ മാത്രം മതി, വെടി വെച്ചില്ലേലും കുഴപ്പമില്ല. അതാണ്. ഇനി ഈ സെയിം സിറ്റുവേഷൻ കൊടുക്കണോ അതോ വേറെ കൊടുക്കണോ?
അല്ല ഈ സെയിം സിറ്റുവേഷൻ വേണ്ട, സ്നൈപ്പിന് നല്ല വേണ്ട, താല്പര്യമുണ്ട്. വേണ്ട, ഓപ്പോസിറ്റ്. എനിക്ക് വയ്യ. സ്നൈപ്പ് ഈ സിറ്റുവേഷൻ എന്തോ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പറ്റില്ല. Snipe, come on. ആ, ഒരു മിനിറ്റ് തിരിച്ചിട്ടോട്ടെ. ആ, തുടങ്ങിക്കോ. ഹൈ പപ്പു എന്താണ് ഇവിടെ കാര്യം? നിന്റെ പിടിക്കാൻ കേറിയതാ. എന്ത് പിടിക്കാൻ? എലി തോന്നി വർഷം പറയണോ? എലീന എലി ഇവിടെ എലിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരെണ്ണം കേറിയായിരുന്നു. നീ പാന്റ് വലിച്ചിട്. നീ എലിയുടെ കാര്യം ചോദിക്കുന്നത് എന്തിനാ തന്നെ? പാൻറ്റൊക്കെ ഇട്ടു. ആ, ഇവിടെ നിന്റെ ഒക്കെ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. എന്ത് എന്തോടാ എന്റെ ഭാര്യയുടെ കൂടെ നിന്റെ പരിപാടി? പറഞ്ഞോണോ? ആര്? ഞാൻ അല്ല കവർ ഹെൽപ്പ് ചെയ്തതാ. വള്ളി നിർത്താൻ പറഞ്ഞു. സ്നൈപ്പിന് 17 വയസ്സ്. പോസ്കോ നിർത്തിക്കോ. നിർത്താൻ പറ. നന്നായിട്ട് മാനേജ് ചെയ്തു. ഒരു കാര്യം കൂടെ. നിങ്ങളിപ്പോ സ്നൈപ്പും ഫ്ലഫിയും നിക്കും ഒരുമിച്ച് കുറെ നാളായിട്ട് കൂട്ടുകാരായിട്ട് നിന്ന ആൾക്കാരാ എന്ന് വിചാരിക്കാം. ഒരുമിച്ച് കൂട്ടുകാരായിട്ട് നിന്നതായെന്ന് വിചാരിക്കാം. കൂട്ടത്തിലെ സ്നൈപ്പ് നിങ്ങളെ ചതിച്ച്. അപ്പൊ നിങ്ങൾ 3 പേരോടുള്ള സ്നൈപ്പായിട്ട്, നിങ്ങൾ 2 പേര് സ്നൈപ്പായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അതായത് എന്തെങ്കിലും ഗ്യാങ്ങിന്റെ ഇതിലൊന്നും അപ്പുറത്തെ ഗ്യാങ്ങിന് വേണ്ടി ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും സിറ്റിയിലെ ആമോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ ഗ്യാങ് വെച്ചിരുന്ന ആമോ എടുത്ത് വേറെ ഗ്യാങ്ങിനെ കൊടുത്തു. ഫൈറ്റിന് നമുക്ക് ആമോ ഇല്ല. ഇത് ഞാൻ ഇന്നലെ ചെയ്തേനെ. അതുകൊണ്ടാ അപ്പൊ തുടങ്ങിക്കോ. സംസാരിച്ച് കാണട്ടെ. നടന്നെന്താ അറിഞ്ഞാ പറ്റൂ. ഭയങ്കര ശോകം. എന്ത് ഒരു ഗ്യാങ് എന്നിട്ട് ഇപ്പൊ വേറെ ഗ്യാങ്ങിന് വേണ്ടി പറിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ പറിക്കാൻ പറ്റുന്നത്? അതല്ല ഞാൻ പറഞ്ഞു. ബുള്ളറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതാര രായനാണോ? ഇതൊക്കെ കുറച്ച് ഓവറായി. അൺഫോളോ ഈകളോ? ഓ നീ നിങ്ങളൊന്ന് ഓടാതെ ഒന്ന് മുഖത്തോട് മുഖം നോക്കി നിന്ന് സംസാരിക്കാവോ? ആ സാധനം ഉത്തരം ഭാഗമാണ്. ഉത്തരം വേണം ഇതിന്. എന്ത് ഉത്തരം? നിനക്ക് ലോകമുണ്ട്. ബുള്ളറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് കാണാതായി. ഞാൻ നമ്മൾ 3 പേര് മാത്രമേ സത്യം പറ, ആർക്കാ കൊണ്ട് കൊടുത്തേ? പച്ച ടീമിന് കൊടുത്ത പച്ച ഓ ഇത് പ്രശ്നമാണിത്. എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇവന്മാര് നാടകം പോലെ സംസാരിച്ചാലും ഇവന്മാര് എന്റെ POV ആയിട്ട് ഇവിടെ വന്നിരുന്ന് കാണണം. ഹായ് നിക്ക്, ഹായ് ഫ്ലഫി, ഹായ് സ്നൈപ്പേ. തെറ്റായി വരും കേട്ടോ. സമയം എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ബാക്കി ചോദിച്ചോ. ഓക്കെ. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നാടകമില്ല, നാടകത്തിന് ഡയലോഗ് എഴുതുന്ന പോലെയാണ് നിന്റെയൊക്കെ കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ആർക്ക് കൊടുത്തു? ഞാൻ പച്ചയ്ക്ക് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇങ്ങനെയാണ് നീയൊക്കെ സംസാരിക്കണത് ഇവിടെ. ഭാഷയിൽ സംസാരിക്കണം അവരൊക്കെ. നീ ടെക്സാസിലാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് അവിടെ നിന്നോ? എവിടെ? ഇവിടെ നിന്നോ? ഇനി ഒരു ഗ്യാങ് സിറ്റുവേഷന് എതിർഭാഗത്ത് നിൽക്കുന്ന TV ലീഡറോട് TV ലീഡറിനെ എങ്ങനെ അപമാനിക്കാം, അതാണ് കോൺസെപ്റ്റ്. ഇതൊരു സിറ്റുവേഷനിലാണ്. ഇത് നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. വിഷമമുണ്ടെന്ന് ബാബു സൈഡിന് അല്ലണ്ടാ. നീ സംസാരിച്ചോ. നീ ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങില. ഞാൻ ഇവിടെ ഇപ്പുറത്ത് നിൽക്കാം. നീ ഓപ്പോസിറ്റ് ഗ്യാങ്ങിന്റെ ലീഡറാ. TV ലീഡർ നോക്കണ്ട. ഇത് വേറൊരു ഗ്യാങ്ങിന്റെ ലീഡറാ. നീ വേറൊരു ഗ്യാങ്ങിന്റെ ലീഡർ. അഥവാ നാളെ ഇപ്പൊ നമ്മളാരും സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ നീ തുടങ്ങിക്കോ. അല്ല ഞാൻ തുടങ്ങാം. ബ്രോ, നമ്മുടെ മറ്റേ ഇവര് മുതുക്കിൽ നിന്നപ്പോ നിങ്ങളെ ആൾക്കാർ ഗണ്ണെടുത്ത് വെച്ച് അടിച്ചത് എന്തിനായിരുന്നു? ചുമ്മാ ഒരാളെ കയറി വെടി വെക്കാൻ പറ്റുമോ?
അങ്ങനെയാണെങ്കിൽ കൊണക്കരുത്. വെറുതെ എന്തിനു ഇങ്ങോട്ട് കൊണക്കണേ എന്തിനു? കൊണയൊന്നും അല്ല, നിന്റെ കൂടെ ഉള്ളവന്മാരെ അവിടെ നിന്ന് തോക്കെടുത്ത് അടുത്ത് അടിച്ചിട്ടാണ് കൊണച്ചത്, അല്ലാതെ വെറുതെ കൊണച്ചതല്ല. മനസ്സിലായ? നിന്റെ കൂടെ ഉള്ളവന്മാര് തോക്കെടുത്ത് വെച്ച് അവിടെ നിന്ന് അടി വെച്ച് ഷോ ഉണ്ടാക്കിയിട്ടാണ് കൊണച്ചത്. ഗ്യാങ് ആകുമ്പോ ഷോ ഒക്കെ കാണിക്കും. ഗ്യാങ് ആകുമ്പോ ഷോ കാണിക്കണം. ഞങ്ങളും ഗ്യാങ്, ഞങ്ങൾക്കൊന്ന് ഷോ കാണിക്കും, ഞങ്ങൾക്കും കൊണക്കാം. ഞങ്ങള് കാണിച്ചു, അടിച്ചു. അല്ല, അടിക്കുന്നതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? കാരണം എന്താണെന്നാ നിന്നോട് ഞാൻ ചോദിച്ചേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നീ ഉടനെ അടിക്കുവോ? അടിക്കും. അടിക്കോ? അടിക്കും. അങ്ങനെ ഇവിടെ കുറെ നിയമങ്ങളും അത് ഉണ്ടല്ലോ, അതൊക്കെ കീപ്പ് ചെയ്തല്ലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അടിക്കും. ഓ, നിയമങ്ങളൊന്നും നിങ്ങൾക്ക് കാര്യമല്ലെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾക്ക് KV എന്ന് പേരിട്ടൂടെ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തിനാ പിന്നെ ടെക്സാസ് എന്ന് പേരിട്ടത്? നിങ്ങൾക്ക് നിയമം കൺസേൺ അല്ലെങ്കിൽ നിയമം പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പേര് ഗത്ത്. അല്ല, ഇങ്ങനെ വെറുതെ വന്നു ഷോ ഇറക്കാന്ന് പറ്റില്ല മോനെ. നല്ല അടി കൊള്ളും കേട്ടാ, നല്ല അടികൊള്ളു, വാരിപ്പറക്കിട്ട് അടിക്കും എല്ലാത്തിനെയും. ഇപ്പൊ കൊണ്ടോണ്ടാണല്ലോ ഓടിയത്. നമ്മള് നമ്മുടെ 2 പേര് വീണെങ്കിൽ നിന്റെ 5 പേര് അവിടെ വീണിട്ടുണ്ട്. അതെന്തിനാ അടിച്ചെന്നാ ചോദിക്കാനാണ് വന്നത്. അത് നിങ്ങൾ പറഞ്ഞാൽ മതി എത്ര പേര് വീണത്. അത് പിന്നെ നമുക്ക് അടിച്ചിട്ട് വേറെ എണ്ണ അറിഞ്ഞൂടെ? നമ്മളാണ് അടിച്ചത്, നമ്മളാണ്. അപ്പൊ 2 പേരാണോ അതിൽ കൂടുതലാണോ നമുക്കറിയാം. എടാ മോനെ, വെറുതെ വണ്ടി പോയവരെ കൊണ്ടിടിച്ചത് നിങ്ങളല്ലേ, പിന്നെ ഈ കൊണയുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കൂടെ ഞങ്ങള് ലീഡറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ച്. ഓ, അങ്ങനെ അത് ഞങ്ങളുടെ കോലീഡറാണ് ആക്ച്വലി. പേരെന്താണ്? അങ്ങനെ അല്ലാത്തപ്പോ കാര്യം നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് കയറി കുണയ്ക്കാൻ ഭയങ്കര ഇതാണല്ലേ. നിങ്ങളെ ഇടയിൽ കയറി സംസാരിച്ചത്. ഇല്ല സോറി, നമ്മുടെ ഭാഗത്തായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാത്ത ചണ്ടിയിൽ കസേര കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇത് വന്ന്. ലീഡർ ലീഡറിന്റെ നട്ടലും പോയാ ലീഡർ? അല്ല, ആരാ ലീഡർ? നമ്മുടെ ലീഡറോട് സംസാരിക്കുക. പറയാനെന്താ കാര്യം? നമ്മളിപ്പോ നമുക്ക് ചോദിക്കാൻ വന്നു, നമ്മൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതാണ് കാര്യം. അതാണ് നമുക്ക് ഇത്ര കാര്യം അറിയണമായിരുന്നു. അല്ല, പോണോ വേണ്ട എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കണം. നമ്മൾ ചിലപ്പോ പോകും, നമ്മളിവിടെ നിൽക്കും, നമ്മളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക്